Please read and understand the scriptures for yourself with an open mind and not following man-made interpretations. ദൈവമുണ്ടോ എന്നത് എക്കാലത്തും ആളുകൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് നാം ദൈവത്തെ കാണുന്നില്ല? ഭൂമിയിൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ആ സമയത്ത് ദൈവം എവിടെ പോകുന്നു? എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല? എന്നിങ്ങനെ നിരീശ്വര വിശ്വാസികൾ പലവിധത്തിൽ ദൈവത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു. ദൈവത്തെ കാണുവാൻ സാധിക്കുകയില്ല. കാരണം ദൈവം അദൃശ്യനാണ്. ദൃശ്യമായ ദൈവ സാന്നിധ്യം അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെ മുഴുവനായും കാണണമെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് പുറത്തു വരണം. ഇതൊരിക്കലും സാധ്യമല്ല എന്നതാണ് സത്യം. കാരണം സമസ്തവും സ്ഥിതി ചെയ്യുന്നത് ദൈവത്തിലാണ്. അതിനപ്പുറം യാതൊന്നുമില്ല. അതായത് നാം ഉൾപ്പെടുന്ന ഈ ലോകം മുഴുവനും സ്ഥിതി ചെയ്യുന്നത് ദൈവത്തിലാണ്. ആയതിനാൽ ദൈവത്തെ കേവലം ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കാണുന്നതുപോലെ കാണുക എന്നത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല. ദൈവമാണ് സമസ്തവും, എന്നാൽ സമസ്തവും ദൈവമല്ല. ദൈവത്തെ കാണണമെങ്കിൽ നമ്മുടെ കാഴ്ചയ്ക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു രൂപത്തിൽ ദൈവം പ്രത്യക്ഷത്തിൽ വരേണ്ടതാകുന്നു. അപ്പോഴും നാം കാണുന്നത് ദൈവത്തിന്റെ എല്ലാ സത്തയുമുള്ള പ്രതിരൂപത്തെ മാത്രമാണ്. ഭൂമിയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ദൈവമല്ല, അത് മനുഷ്യനാണ്. നാം സൃഷ്ടിച്ചെടുക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതും നമ്മൾ തന്നെയാണ്. നാം ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമുക്ക് ലഭിക്കുന്നു. അതിന് ദൈവത്തെ പഴി ചാരുന്നതിൽ യാതൊരു കാര്യവുമില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അവന് സ്വയം തീരുമാനങ്ങൾ എടുക്കുവാൻ അനുവാദം നൽകിക്കൊണ്ടാണ്. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവ് നേടിയെടുത്ത മനുഷ്യൻ നന്മ തിന്മകളെ സ്വയം വിവേചിച്ചറിഞ്ഞുകൊണ്ട് സ്വയം തീരുമാനങ്ങൾ കൈക്കൊണ്ട് ജീവിക്കണം. ദൈവത്തോടൊപ്പം ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആദിമ മനുഷ്യൻ പിന്നീട് ദൈവത്തെ ധിക്കരിക്കുകയും മരണം എന്ന ശിക്ഷയ്ക്ക് അർഹരാവുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ദൈവം പലപ്പോഴും മനുഷ്യനെ സഹായിക്കുവാൻ സന്നദ്ധനാവുന്നതായി ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ ഇക്കാര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ നിരീശ്വര വിശ്വാസികൾ തയ്യാറാവുന്നില്ല. ദൈവം പലപ്പോഴും അവനെ അന്വേഷിക്കുന്ന മനുഷ്യർക്ക് പ്രത്യക്ഷനാവുന്നതായി നാം വായിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം നാം ഇപ്പോൾ അറിയുന്നില്ല എന്നത് തികച്ചും സത്യമാണ്. കാലത്തെ പല യുഗങ്ങളായി തിരിച്ചിരിക്കുന്നു എന്നത് നമുക്കറിയാം. 6 ദിവസങ്ങൾ കൊണ്ട് ദൈവം സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. ഈ 7 ദിവസങ്ങളെ 7000 വർഷങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. ഭൂമി സൃഷ്ടിക്കപ്പെട്ട് 5500 വർഷം പൂർത്തിയായപ്പോൾ ദൈവപുത്രൻ മനുഷ്യനായി പ്രത്യക്ഷത്തിൽ വരികയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. പിന്നീട് AD 70 ദേവാലയ നാശത്തിന് ശേഷം അവൻ വാനമേഘങ്ങളിൽ ആഗതനാവുകയും തന്നിൽ വിശ്വസിച്ച ഏവരെയും സ്വർഗരാജ്യത്തിലേക്കു ചേർക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള 1000 വർഷം ലോകം മുഴുവനും യാഹുഷയുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു. ആ കാലത്തെ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടം എന്ന് ഇപ്പോഴത്തെ ആളുകൾ വിളിക്കുന്നു. അതിനു കാരണം എന്തെന്നാൽ ആ 1000 വർഷത്തേക്ക് ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ ഇരുട്ടിൽ ചങ്ങലയിലായിരുന്നു. നാം ഇപ്പോൾ ആയിരിക്കുന്നത് 1000 ആണ്ടിന് ശേഷം സാത്താന് അനുവദിക്കപ്പെട്ട ചെറിയ കാലത്തിലാണ്. അതായത് 7000 വർഷം പൂർത്തിയാവാറായിരിക്കുന്നു. സാത്താനാവട്ടെ അവന് കുറച്ചു സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്ന് മനസ്സിലാക്കി ലോകത്തിലുള്ള സകല ജനങ്ങളെയും വഴി തെറ്റിക്കുന്നു. ഈ അന്ത്യകാലത്ത് ദൈവം പരോക്ഷമായല്ലാതെ പ്രത്യക്ഷത്തിൽ മനുഷ്യനുമായി ഇടപെടുന്നില്ല. പൂർണ്ണമായും സാത്താന്റെ അധീനതയിലാണ് ഇപ്പോഴത്തെ ലോകം. എന്നാൽ ഈ കാലത്തിന്റെ അവസാനത്തോടെ ദൈവം ഏവരെയും ന്യായം വിധിക്കുകയും വിജയിക്കുന്നവരെ സ്വർഗരാജ്യത്തിൽ ചേർക്കുകയും ചെയ്യുന്നു. അതിനുശേഷം എന്നേക്കും ദൈവം മനുഷ്യരോടൊപ്പം ഭൂമിയിൽ ജീവിക്കും. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങിവരുന്നതു ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നു വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോടൊത്തു വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീര് തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേലെ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവന് പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവന് വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവനു ജീവജലത്തിന്റെ ഉറവയിൽ നിന്നു സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവൻ ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവനു ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാല് ഭീരുക്കള്, അവിശ്വാസികള്, ദുർമാർഗികള്, കൊലപാതകികള്, വ്യഭിചാരികള്, മന്ത്രവാദികള്, വിഗ്രഹാരാധകര്, കാപട്യക്കാര് എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. And that is it. What do you think? Let me know down here in the comment section.
And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.